2024 കഴിയാൻ പോവാണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ളത് 2024 എന്താണ് 2024 കുറിച്ച് പറയാനുള്ളത് എന്ന് ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചു നോക്കല്ലേ. വാ, 24 കുറിച്ചിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ എൻ്റെ വീട്ടുകാരുടെ അഭിപ്രായം കേൾക്കണ്ടേ? എൻ്റെ അമ്മനോട് ചോദിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഉമ്മൻ്റെ മുമ്പ് ഇവിടെ വേറൊരാളുണ്ട്, അയാളോട് ആദ്യം ചോദിക്കാം. 2024 നമ്മളെ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വികസനത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. വികസനം എന്നും നടന്നുകൊണ്ട് പല വികസനമുണ്ട്. പക്ഷേ ഇന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് ഉപകാരപ്പെടണമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ മെഡിക്കൽ കോളേജിൽ കുറേ ദിവസമായിട്ട്, ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ മുന്നേ പോയിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ നമ്മളീ കോഴിക്കോട് മെഡിക്കൽ കോളേജാണല്ലോ എല്ലാവരും ഈ കേരളത്തിലെ ഒരുവിധ ആളുകളൊക്കെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഞാനും എൻ്റെ ഭർത്താവും കൂടെ അവിടെ കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയിനു. പക്ഷേ അവിടെ ഒരു മാസമായിട്ട് നമ്മളെടുത്ത് സർജറിക്ക് വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ച്. അപ്പോൾ ഒരു പറഞ്ഞ് ഇവിടെ സർജറിൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ 4 ആഴ്ച കഴിഞ്ഞിട്ട് വിരിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 4 ആഴ്ച കഴിഞ്ഞ് നമ്മളവിടെ ചെന്നപ്പോൾ ഒരു പറഞ്ഞെന്താണ്, ഇപ്പം ഇവിടെ മെഷീന് ശരിയായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ തിരുവനന്തപുരം പോയിക്കോളി എന്ന് പറഞ്ഞു. അതാണ് ഇവിടുത്തെ വികസനം. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ആണല്ലോ വികസനം വേണ്ടിയത്. എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്കാണ്. എനിക്ക് 2 പെൺകുട്ടികളുള്ളത്. പിന്നെ എനിക്ക് അധ്വാനിച്ച് കൊണ്ടുവരാനുള്ളത് വരെ ഒരു വാപ്പ എന്ന് പറഞ്ഞ ആളാണ്. മൂപ്പരാൾക്ക് കണ്ണിന് പ്രശ്നമുള്ളത് കാരണമാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ ആശ്രയിച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇതാണ് ചികിത്സ അവിടുത്തെ. നമ്മളെടുത്ത് പറഞ്ഞെന്താണ്, ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി എപ്പോൾ അവിടുത്തേത് നന്നാവുക എന്ന് പറയാൻ പറ്റുമല്ലോ മെഷീന്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരിലേക്ക് എത്തിച്ചിട്ട് ഇത് എത്തിക്കേണ്ടവരേൽ നിങ്ങൾ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലിവിടെ പറഞ്ഞത്. ഇന്നെപ്പോലുള്ള എല്ലാവർക്കും ഇതൊരു ഉപകാരമാവണം. ഇവിടെ നമ്മളെ ഈ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഇനി ചികിത്സക്ക് ഇവിടുന്ന് പറ്റൂല, അത് നമ്മൾ തിരുവനന്തപുരത്തേക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര പ്രയാസമാണ്. ഇന്നെപ്പോലെ ഒരുപാട് ജനങ്ങൾ ഒരു ദിവസം 1000-ലേറെ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്നെപ്പോലെ കാണിക്കാൻ വന്നവർ. അവർക്കൊക്കെ ഒരു ഉപകാരമാവുകയാണെങ്കിൽ ഇത് ഉപകാരമാവട്ടെ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചല്ലേ. ഇപ്പോൾ കണ്ടില്ലേ വികസനം, എൻ്റെ വികസനം ഈ കണ്ടില്ലേ ഇപ്പം എന്താണെന്നുള്ളത്. അത് വികസനം ഉള്ളവർക്കുണ്ട്, അല്ലാതെ ഇന്നെപ്പോലെ ഉള്ളവർക്ക് ഒരു വികസനവും ഇല്ല. 2024 വിശേഷം ചോദിക്കാൻ പോയ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. കിട്ടിയ അനുഭവം മാത്രമല്ല, കൊണ്ട അനുഭവം. ഇത് ഇന്നെപ്പോലെ ഈ കേട്ട ഇന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഇത് കൊണ്ടിട്ടുണ്ടാവും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ 2024 നിങ്ങൾക്കിത് മാക്സിമം ആർക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കാൻ പറ്റുമോ അവരിലേക്കൊക്കെ. ഈ അധികാരികൾ എന്ന് പറയില്ല, ഇതിൻ്റെ പറ്റിയ അധികാരികൾ ആരൊക്കെ, സത്യം പറഞ്ഞാൽ ആരൊക്കെ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക. നമ്മളെ കേരളത്തിന് 2025 ഈ ഒരു പ്രശ്നം ഇനി ഉണ്ടാവരുത്. എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവൂലേ?